അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് ജാസ്മിൻ അടിക്കണം. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ജാസ്മിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ അവൾ അതിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റുണ്ടാവില്ല എന്നുള്ളതൊക്കെ പറയും. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണം അവൾക്ക് കൊള്ളാം. പക്ഷെ ആ ഫിനാലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഫിനാലെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഞാനും പറയും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. പക്ഷെ ആ ഫിനാലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നുള്ളൂ. കാര്യം അത്ര ഗംഭീരമായിട്ടായിരുന്നു ജാസ്മിന്റെ പെർഫോമൻസ് ആ ഒരു ടൈമിൽ പൊക്കോണ്ടിരുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അപ്പൊ അത് കളയരുത് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അത്രയും സൈബർ അറ്റാക്കും അതുപോലെ തന്നെ അതിന്റെ അകത്തും ഇത്രയും അറ്റാക്ക് ചെയ്തേക്കുന്ന വേറൊരു വ്യക്തി ഒരു സീസണിലും ഇല്ല. എല്ലാം എന്നെ തേടിയാണ് വരുന്നത്, എന്നെ മാത്രം